വനിതകൾക്ക് നമ്മുടെ സേനകളിൽ വിമൻ മിലിറ്ററി പോലീസ് എന്ന സാധ്യത വളരെ മികച്ചതാണ്. അഗ്നിവീർ എന്ന പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ പെൺകുട്ടികൾക്ക് ഇന്ത്യൻ സേനയുടെ വലിയ അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. 75%, 25% എന്ന രണ്ട് കാറ്റഗറി. അതിൽ 25% മികവുള്ളവരെ പെർമനൻറ്റ് സർവീസിലേക്ക് എടുക്കുകയും ബാക്കിയുള്ളവർക്ക് 4 വർഷത്തെ സേവനത്തിന് ശേഷം അവർക്ക് മറ്റൊരു തൊഴിൽ അന്വേഷിക്കാനും ആ ഒരു കാലയളവിൽ മികച്ച ഒരു പരിശീലനം, ഒരു ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പരിശീലനം ലഭിക്കുന്നതിനും ഉതകുന്ന തരത്തിലുള്ള സാധ്യതകളുടെ വലിയൊരു ലോകമാണ് യഥാർത്ഥത്തിൽ അഗ്നിവീർ എന്ന അവസരം പെൺകുട്ടികൾക്ക് ഒരുക്കുന്നത്. അങ്ങനെ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള പെൺകുട്ടികൾക്ക് 162 സെൻറ്റിമീറ്റർ ഉയരമുള്ള പെൺകുട്ടികൾക്ക് ഈ ഒരു മേഖലയിൽ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമുക്ക് 5 സെൻറ്റിമീറ്റർ ചെസ്റ്റിന് എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം. 1600 മീറ്റർ ദൂരം ഓടുന്ന ഒരു PFT. സ്വാഭാവികമായിട്ടും നമുക്ക് 2 മേഖലകളായിട്ട് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ആദ്യഘട്ടത്തിൽ ഫേസ് 1 യഥാർത്ഥത്തിൽ ഒരു റിട്ടൺ എക്സാമിനേഷനാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിട്ടൺ എക്സാമിനേഷൻ. ഒരു തെറ്റുത്തരത്തിന് ഒരു 0.25 സ്കോർ കുറയ്ക്കുന്ന നെഗറ്റീവ് മാർക്കുള്ള ഒരു എക്സാമിനേഷൻ. ആ പരീക്ഷ പാസ്സാകുന്ന, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പരീക്ഷ പാസ്സാകുന്ന കുട്ടികൾക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ സാധിക്കും. അടുത്ത ഘട്ടത്തിൽ നമുക്ക് റിക്രൂട്ട്മെൻറ്റ് റാലിയാണ്. റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ ഫേസ് 2 റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ 1600 മീറ്റർ ദൂരം 5.5 മിനിറ്റ് കൊണ്ട് ആൺകുട്ടികൾ ഓടണമെങ്കിൽ നമുക്കിവിടെ പെൺകുട്ടികൾക്ക് അവിടെ 7.5 മിനിറ്റാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ 7.5 മിനിറ്റ് കൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ ഈ 1600 മീറ്റർ ദൂരം 7.5 മിനിറ്റ് കൊണ്ട് ഓടിത്തീർക്കുകയും, എന്നാൽ 7.5 മിനിറ്റ് കഴിഞ്ഞ് 8 മിനിറ്റിനുള്ളിൽ ഓടിത്തീർക്കുന്നവരെ രണ്ടാമത്തെ ഒരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനെ 2 ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യും. ആദ്യത്തെ ഗ്രൂപ്പ് 7.5 മിനിറ്റിനുള്ളിൽ ഓടിത്തീർന്നവർ, രണ്ടാമത്തെ കൂട്ടർ 8 മിനിറ്റിനുള്ളിൽ, 7.5 മിനിറ്റിന് മുകളിൽ 8 മിനിറ്റിനുള്ളിൽ ഓടിത്തീർത്തവരായിരിക്കും. അങ്ങനെ 2 ഗ്രൂപ്പായിട്ട് തിരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നീട് 10 അടി ലോങ് ജമ്പും 3 അടി ഹൈ ജമ്പും കൂടിയാണ് ഈ കുട്ടികൾ പാസ്സാവേണ്ടത്. 10 അടി ലോങ് ജമ്പും 3 അടി ഹൈ ജമ്പും കൂടെ പാസ്സായി കഴിഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റ് റാലിയിലെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് എന്ന കാറ്റഗറി അവർ പാസ്സായി. അടുത്ത ഘട്ടത്തിലേക്ക് പിന്നീട് നമ്മൾ മെഡിക്കൽ ടെസ്റ്റാണ്. മെഡിക്കൽ ടെസ്റ്റ് അപ്പിയർ ചെയ്ത് അതും കൂടെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മതിയായ കാഴ്ചശക്തിയും കേൾവിശക്തിയും അതുപോലെ തന്നെ ആരോഗ്യകരമായ അവസ്ഥകളൊക്കെ അവിടെ പരിഗണിക്കും. കാരണം അവിവാഹിതരായ പെൺകുട്ടികളായിരിക്കണം അപേക്ഷിക്കേണ്ടത് എന്ന നിബന്ധനയുണ്ടെങ്കിലും വിവാഹമോചനം നേടിയവർ, അതുപോലെ തന്നെ ഭർത്താവ് മരണപ്പെട്ടവർ, അതുകൂടാതെ നമ്മൾ ആർമിയിൽ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോഴ്സിൽ ജോലി ചെയ്യുകയും ഭർത്താവ് രക്തസാക്ഷിയാവുകയും ചെയ്തിട്ടുള്ള ആൾക്കാർക്ക്, അവർക്ക് ഏജിലും ചെറിയ വ്യത്യാസമുണ്ട്. സാധാരണ ഒരു ഓപ്പൺ കാൻഡിഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് വരുന്ന അവസരം എന്ന് പറയുന്നത് ഏതാണ്ട് 17.5 വയസ്സ് മുതൽ 21 വയസ്സ് വരെയാണ് അവരുടെ അപേക്ഷിക്കാനുള്ള അനുവദനീയമായ പ്രായപരിധിയെങ്കിൽ മറ്റുള്ളവർക്ക് മതിയായ ഇളവുകളുണ്ടാകും. അപ്പോൾ ഈ ഒരു സാധ്യതയെ നമുക്ക് പ്രോപ്പറായിട്ട് ഉപയോഗപ്പെടുത്താൻ കുട്ടികൾക്ക് കഴിയണമെങ്കിൽ 10ാം ക്ലാസ്സിൽ മതിയായ നിലവാരത്തോടെ പാസ്സാവണം. ആ നിലവാരം എന്ന് പറയുന്നത് ടോട്ടലി നമുക്ക് ഓരോ പേപ്പറിനും 33% മാർക്കോടെ പാസ്സായിരിക്കണം. ഓരോ പേപ്പറിനും 33% വേണം. ടോട്ടൽ 45% ഉണ്ടായാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ പാസ്സാകുന്ന SSLC പാസ്സാകുന്ന വിവിധ ബോർഡ് പരീക്ഷകളിൽ നിന്ന് 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള, മെട്രിക്കുലേഷൻ പാസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് 162 സെൻറ്റിമീറ്റർ ഉയരമുള്ള, 5 സെൻറ്റിമീറ്റർ ചെസ്റ്റിന് ശ്വാസം എടുക്കുമ്പോൾ വികാസമുള്ള കുട്ടികൾക്ക് ഈ ജോലിക്ക് വേണ്ടി ശ്രമങ്ങൾ ആരംഭിക്കാം. ഇവിടെ വലിയൊരു പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാൽ, നേരത്തെ മനസ്സിലാക്കി, ഒരു മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് LMV കൂടി എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്കൊരു പരിഗണന കിട്ടുന്നു എന്നൊരു ഗുണം കൂടിയുണ്ട്. അപ്പോൾ അത് നമ്മൾ പരിശീലനം തുടങ്ങുമ്പോൾ തന്നെ, അല്ലെ ഇതിനു വേണ്ടിയിട്ട് മനസ്സ് ഒരുക്കുമ്പോൾ തന്നെ നമ്മളത് മൈൻഡിലൊന്ന് സെറ്റ് ചെയ്തിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കൂടെ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രിഫറൻസ് അവിടെ കിട്ടുന്നു എന്നതുകൂടിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ നമുക്ക് ഔദ്യോഗികമായ വെബ്സൈറ്റിലൂടെ തന്നെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കാനുള്ള വെബ്സൈറ്റ് joinindianarmy.nic.in എന്ന സൈറ്റാണ് ഉപയോഗിക്കേണ്ടത്. കാരണം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അനവധി സ്വകാര്യ സൈറ്റുകളൊക്കെ വരും. ധാരാളം ഏജൻസികൾ ഇത്തരത്തിൽ പ്രീ റിക്രൂട്ട്മെൻറ്റ് റാലി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അവരും ഒന്നും ആർമിയുമായിട്ട് ഡയറക്റ്റ് യാതൊരു ബന്ധവുമില്ല എന്നും
തട്ടിപ്പുകൾക്ക് യാതൊരു സാധ്യതയും ആർമിയിലില്ല. അപ്പോൾ ഇതിൻ്റെ പുറത്താണ് തട്ടിപ്പ് നടക്കുക. ആർമി എന്ന് പറയുമ്പോഴത്തേക്കും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന, അർഹരായ മികവുള്ള ആൾക്കാർക്ക് മാത്രം പ്രവേശനം ലഭിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ഇന്ത്യൻ ആർമിയിലും എയർഫോഴ്സിലും നേവിയിലും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അവിടെ അതിൽ ആർമി എന്ന് പറയുന്നൊരു കോറാണ് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ളത്, ഏറ്റവും കൂടുതൽ സാധ്യത നമുക്ക് കൽപ്പിച്ച് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലെ ഏറ്റവും പെൺകുട്ടികൾക്ക് ചേർന്ന ഏറ്റവും മികച്ച ഒരു എൻട്രി ലെവൽ ഓപ്പർച്യൂണിറ്റിയാണ് വിമൻ മിലിറ്ററി പോലീസ് എന്ന് പറയുന്ന തൊഴിൽ മേഖല. ഇപ്പോൾ അത് പഠന തൊഴിൽ മേഖലയെന്ന് കൂടെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ഇവർ പഠനം പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അതായത് ഈ 4 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏതാണ്ട് ഒരു വലിയ തുക, 10 ലക്ഷത്തിന് മുകളിൽ വരുന്ന ഒരു തുക അവർക്ക് ലഭിക്കുന്നുവെന്ന് മാത്രമല്ല, വർക്ക് ചെയ്യുന്ന കാലത്തിലെ ശമ്പളത്തിന് പുറമെയാണ്. ഇത് കൂടാതെ അവർ ആ വർക്ക് ചെയ്ത 4 വർഷത്തെ ആ ട്രെയിനിങ് പീരീഡിൽ അവർക്ക് ഒരു ട്രേഡ് സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് അവർക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ മറ്റൊരു ജോലിക്ക് ശ്രമിക്കാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പാരാമിലിറ്ററി ഫോഴ്സുകളിലേക്ക് അഗ്നിവീർ പദ്ധതിയിൽ പഠിച്ച് പുറത്തിറങ്ങിയിട്ടുള്ള, ട്രെയിനിങ് കിട്ടി പുറത്തിറങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് പ്രത്യേക പരിഗണനയുണ്ട്. അവർക്ക് അതിനകത്ത് റിസർവേഷനുണ്ട്. അതുപോലെ തന്നെ NCC, സ്പോർട്സ്, ഇങ്ങനെയുള്ള മേഖലകളിൽ മികവുറ്റ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും പ്രത്യേകം സ്കോറുകൾ ഇവിടെ ലഭ്യമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് സെലക്ഷൻ പ്രൊസീജിയറിൽ വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ ഈ ഒരു മേഖലയിൽ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇനി വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കേണ്ടതുണ്ട്. ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് പോരാ, സ്കൂളിൽ നിന്ന് ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് വേണം. അതേപോലെ തന്നെ അവരുടെ നാട്ടിലെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അവിടങ്ങളിൽ നിന്ന് ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് വേണം. പോലീസിൻ്റെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ നമ്മൾ കേസുകൾ, മറ്റു പ്രശ്നങ്ങളിലൊന്നും പെടാതെ ഭംഗിയായിട്ട് നമ്മളുടെ ആ ഒരു കരിയർ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. അതും കൂടാതെ നമ്മുടെ പച്ച കുത്തുന്ന സ്വഭാവം, നമ്മുടെ ടാറ്റു അടിക്കുന്ന സ്വഭാവം നമ്മുടെ സമൂഹത്തിൽ നിന്ന് വളരെയധികം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ടാറ്റു അടിക്കുന്ന സ്വഭാവം അനുവദനീയമാണ്. ചില കസ്റ്റംസിൻ്റെ നമ്മളിപ്പോൾ ചില മതപരമായ ആചാരങ്ങളുണ്ട്, പ്രത്യേകിച്ച് ചില ഗോത്രവർഗ മേഖലകളിലൊക്കെ ടാറ്റു അടിക്കുന്നത് അവരുടെ മതപരമായ ചില ആചാരങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില സാധ്യതകളിൽ ചില ഇളവുകൾ നൽകിയിട്ടുണ്ട്. അത് നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് കഴിവതും അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. അതല്ല, ഇനി അങ്ങനെ നിർബന്ധമാണ് എങ്കിൽ ഈ പറഞ്ഞ ക്ലോസസ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം നമ്മൾ അത് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അതിന് വേണ്ടിയിട്ട് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഈ 1600 മീറ്റർ ദൂരം, അതുപോലെ തന്നെ 10 അടി ലോങ് ജമ്പ്, 3 അടി ഹൈ ജമ്പ്, 3 ഐറ്റം മാത്രം നമ്മൾ അവിടെ പാസ്സായാൽ മതി. വാമപ്പ് ചെയ്തുകൊണ്ട് പ്രോപ്പറായിട്ട് ഈ ടൈമിങ്ങിനുള്ളിൽ ഇത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം നടത്തുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാന സാധ്യത നമ്മുടെ കുട്ടികളുടെ മുമ്പിലുള്ളത്, ഈ ജോലിക്ക് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് രണ്ടും കൂടാതെ ആരോഗ്യപരമായ കാരണങ്ങളിലും ഒരു നല്ല ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. കയ്യും കാലും ഒന്നും വീണ് ഓടിയാതിരിക്കാനും, അതുപോലെ തന്നെ പല്ല് പറിച്ചു കളയുന്ന അവസ്ഥയുണ്ടെങ്കിൽ ഡെൻ്റൽ പോയിൻറ്റിന് കുറവ് സംഭവിക്കാതെ നോക്കാനും ഒക്കെയുള്ള ഒരു പ്രിപ്പറേഷൻ അതും കൂടി നമ്മൾ ഇതിനകത്ത് നോക്കണം. മേജർ സർജറികൾ നമുക്ക് പ്രയാസമാണെങ്കിലും മൈനർ സർജറികൾ കാര്യമായ പ്രശ്നങ്ങളില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ ശ്രദ്ധയോടുകൂടെ ചെയ്യുകയും അത്തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പ് കൃത്യമായിട്ട് നടത്തുകയും ചെയ്യുന്നൊരു വിദ്യാർത്ഥിനിയെ സംബന്ധിച്ചിടത്തോളം 17.5 വയസ്സിൽ കരിയറിലേക്ക് എൻ്റർ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. 17.5 അല്ലെങ്കിൽ 18-ാമത്തെ വയസ്സിൽ സെലക്ഷനൊക്കെ പൂർത്തിയാക്കി അപേക്ഷ സമർപ്പിച്ച് 18-ാമത്തെ വയസ്സിൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു കുട്ടി ഏതാണ്ട് 22-ാമത്തെ വയസ്സിൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 10 ലക്ഷത്തിലധികം രൂപയുടെ സമ്പാദ്യവും ഏതാണ്ട് ഈ ഒരു 4 വർഷക്കാലം പണിയെടുത്ത മാസം ഏതാണ്ട് 30,000 രൂപയോളം വരുന്ന ഒരു ഏണിങ്സും PF അടക്കമുള്ള സൗകര്യങ്ങളും എല്ലാം നേടിയാണ് പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പൊതു സർക്കാർ മേഖലയിലോ ഒക്കെ ഒരു ജോലി കണ്ടെത്തി മികച്ച ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കുന്നതിന് ഇവർക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അഗ്നിപഥ് പദ്ധതിയിലെ അഗ്നിവീറിലൂടെ ഒരു വിമൻ മിലിറ്ററി പോലീസ് ഓഫീസറാകാനുള്ള സാധ്യതകളെ കുട്ടികൾ തീർച്ചയായും പ്രയോജനപ്പെടുത്തി ഇന്ത്യൻ സേനയുടെ ഭാഗമായി അഭിമാനപൂർവമായ ഒരു ചലഞ്ചിങ് കരിയറിലേക്ക് എത്തിച്ചേരുന്നതിനെക്കുറിച്ച് തീർച്ചയായിട്ടും കുട്ടികൾ ആലോചിക്കേണ്ടതാണ്.